ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇരുമ്പിൻ്റെ ഒരു പറയും ഇടങ്ങഴിയും കൂടെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കുന്ന വീഡിയോ ആണ്. അതായത് അത്യാവശ്യം നല്ല തുരുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പോളിഷ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പേപ്പർ തുരുമ്പ് മാക്സിമം കളഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൊത്തത്തിൽ തുരുമ്പൊക്കെ കയറി നല്ല രീതിയിൽ തന്നെയാണ് തുരുമ്പുള്ളത്. അടിഭാഗങ്ങളിലൊക്കെ കട്ടയ്ക്ക് തുരുമ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളത് കഴുകി വീണ്ടും ഉണങ്ങിയതിന് ശേഷം വീണ്ടും പേപ്പർ ഇട്ട് അങ്ങനെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തുരുമ്പ് കളയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് വെച്ചിട്ടല്ല ചെയ്യുന്നത്, പേപ്പർ ഇട്ടിട്ടാണ്. നമ്മൾ അതിലേക്ക് ടിന്നർ, ടർപ്പൻറ്റൈന്, പെയിൻറ്റുകൾ ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ തുരുമ്പൊക്കെ കളഞ്ഞതിന് ശേഷം അപ്പോക്സി പ്രൈമറാണ് അടിച്ചെടുക്കുന്നത്. അതെടുത്തിട്ട് ടിന്നറിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേണ്ട മെഷർമെൻറ്റിൽ ഇച്ചിരി ടൈറ്റ് വരുന്ന രീതിയിൽ തന്നെ മൊത്തത്തിലൊന്ന് അപ്പോക്സി പ്രൈമർ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ തന്നെ അപ്പോക്സി പ്രൈമർ അടിച്ചെടുക്കുന്നുണ്ട്. പറയും ഇടങ്ങഴിയുമാണ് നമുക്കിത് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ രണ്ടിലും ഏകദേശം നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ MRFൻ്റെ ഗോൾഡൻ കളറാണ്. ഈ കൂടുതൽ സ്പേസ് വരുന്നിടത്തൊക്കെ ഗോൾഡൻ കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു കോട്ടിൽ കവറിങ് ആയി കിട്ടൂല, MRFൻ്റെ ആയതുകൊണ്ട് 2-3 കോട്ടൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കവറിങ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കോട്ടടിച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത കോട്ട് ഇതിലേക്ക് അടിച്ചെടുക്കുന്നത്. മൊത്തത്തിൽ അടിഭാഗങ്ങളിലും ഉൾഭാഗങ്ങളിലും ഒക്കെ ഈ MRF പെയിൻ്റ് തന്നെയാണ്, ഗോൾഡൻ കളർ തന്നെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അല്ലാത്ത പെയിൻറ്റ് കോപ്പർ കളറാണ് ഉള്ളത്, ഒക്കെ എനാമൽ ബേസാണ്. അത് നമ്മൾ ഈ റിങ് വരുന്ന ഭാഗങ്ങളിലാണ് കോപ്പർ കളർ കൊടുക്കുന്നത്. പിന്നെ ആ റിങ് പിടിക്കാനുള്ള റിങ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ സിൽവർ കളറാണ് കൊടുക്കുന്നത്. രണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉൾഭാഗങ്ങളിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അത് കോപ്പർ കളർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫിനിഷിംഗ് ആയിട്ട് ഇതിൻ്റെ മേളിൽ കൂടി മൊത്തത്തിൽ ഒന്ന് ടച്ച് വുഡ് സ്പ്രേ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ സ്പ്രേയുടെ ടിന്ന് കിട്ടും, ക്ലിയർ. അപ്പോൾ അതൊരു തിളക്കത്തിനും വേണ്ടിയിട്ട് ക്ലിയർ നമ്മൾ മൊത്തത്തിൽ ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പിടിക്കുന്ന ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ആണി വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ സിൽവർ കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ സ്പ്രേ ആണ് നമ്മൾ ക്ലിയറായിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചെടുക്കുന്നത്. ഏകദേശം നല്ല രീതിക്ക് തന്നെ നമുക്കിത് അടിച്ചപ്പോൾ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് അടിച്ചതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒന്നുമല്ല, ഇന്ന് നമ്മൾ ഇതിങ്ങനെ ചെയ്തപ്പോൾ അതെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരുടെയും ഇഷ്ടം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക്